നമസ്കാരം. നിലമ്പൂരിൽ അൻവറിസം സൃഷ്ടിക്കാൻ ഒരുങ്ങി മൂലയ്ക്കായതോടുകൂടി കടിച്ചതും പിടിച്ചതുമില്ലാതെ നട്ടം തിരിയുകയാണ് PV അൻവർ എന്ന ഒറ്റയാൻ. ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല. ഈ പറഞ്ഞതുപോലെയായി അൻവറിന്റെ അവസ്ഥ. ഇപ്പൊ CPM-നും വേണ്ട, UDF-നും വേണ്ട. എന്തായാലും ഒരു പകൽ കൂടി UDF നേതാക്കൾക്ക് പുനർചിന്തനത്തിനായി നീട്ടി നൽകി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അൻവർ. എന്നാൽ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. ഇനിയിപ്പോ കാത്തിരിപ്പ് കൊണ്ട് അർത്ഥമില്ല എന്ന് അൻവറിനും ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും നിഷ്കരണം തട്ടിയെറിയപ്പെട്ടതോടുകൂടി എല്ലാം നഷ്ടമായി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് കരയുന്ന അൻവറിനെയാണ് കേരള ജനത കണ്ടത്. അവസാന പ്രതീക്ഷയായ KC വേണുഗോപാൽ പോലും ഒന്ന് കാണാൻ കൂട്ടാക്കാതെ ഡൽഹിയിലേക്ക് പറഞ്ഞതോടെ അൻവർ രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് കൂപ്പുകുത്തി. എന്തായാലും അൻവർ സ്വപ്നം കണ്ട പ്ലാനുകളെല്ലാം VD സതീശന്റെ കൃത്യമായ നീക്കങ്ങളിൽ തിരിച്ചടിച്ചതോടെ പാണ്ഡൻ നായുടെ പല്ലിന് പണ്ടേ പോലെ ശൗര്യം ഫലിക്കുന്നില്ല എന്ന ഗതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. എന്തായാലും ഇന്ന് നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ നട്ടെല്ലുറപ്പ് കാട്ടിത്തന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അൻവറിനെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല എങ്കിൽ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാകുമെന്ന് തിരിച്ചറിവ് വന്ന കോൺഗ്രസ് പോയി പണി നോക്കുകയെന്ന് പച്ചയ്ക്ക് പറഞ്ഞു. ആ ആർജവം അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയും പാലക്കാടും പോലെ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ അൻവർ ഇല്ലാതെ തന്നെ UDF-ന് നിലമ്പൂർ സുഖമായി പിടിച്ചെടുക്കാം. ഇനി പത്തി താഴ്ത്തി UDF-ൽ നിൽക്കുക മാത്രമേ അൻവറിന്റെ മുന്നിൽ മാർഗമുള്ളൂ. ഇല്ലെങ്കിൽ പിണറായി വിജയന്റെയും മരുമകന്റെയും ശശിയുടെയും എല്ലാം കാലുപിടിച്ച് സമസ്താപരതവും ഏറ്റുപറഞ്ഞുകൊണ്ട് തിരികെ ചെല്ലണം. എന്നാൽ ഇവിടെ അപ്രതീക്ഷിതമായ മറ്റൊരു കളിയുമായി ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി എന്ന സൂചനകളും ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതായത് നിലമ്പൂരിലെ ചർച്ചകളിൽ അതൃപ്തി അറിയിച്ച മമതാ ബാനർജി മത്സരിച്ചേ തീരുവെന്ന് അൻവറിനോട് പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അൻവറിന് അഭയം നീട്ടിക്കൊണ്ട് BJP-യിലേക്ക് കൊത്തിയെടുക്കാനുള്ള ചില കരുക്കൾ കൂടി രാജീവ് ചന്ദ്രശേഖർ നീക്കുന്നു എന്നാണ് ചില സൂചനകൾ. ഒരുപക്ഷെ നിലമ്പൂരിൽ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥിയായി അൻവറിനെ ഇറക്കിയാൽ പോലും തെറ്റു പറയാനാകില്ല. ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല.